ഒരു തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ഈ യൂണിവേഴ്സ് എന്നുള്ളത് ലിമിറ്റഡ് ആണ്, അള്ളാഹു എന്നുള്ളത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിലേക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അള്ളാഹുവിൻ്റെ പൊട്ടൻഷ്യൽ അതിൻ്റെ പൂർണ്ണതയോടുകൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ലിമിറ്റഡ് ആയത് ബ്രേക്ക് ആയിപ്പോവും. അഥവാ മനുഷ്യൻ എന്നുള്ളത് ഭൗതികമാണ്, ഫിസിക്കലാണ്, അള്ളാഹു എന്നുള്ളത് അഭൗതികമാണ്, മെറ്റാഫിസിക്കലാണ്. ഈ രണ്ട് വ്യത്യസ്ത തലങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവ രണ്ടിനെയും ഒരേപോലെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളുണ്ടായിരിക്കണം ഇടയിൽ. അതാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരു മനുഷ്യനെ പോലെ ജീവിച്ച് കാണിച്ചു തന്നു. അതേസമയം തന്നെ അള്ളാഹുവിനെ നേരിട്ട് ദർശിക്കുകയും ചെയ്തു ഇസ്രാ മിറാജിൽ. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത തലങ്ങളെയും ഫിസിക്കൽ ആൻഡ് മെറ്റാഫിസിക്കൽ വേൾഡിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു ഡിവൈൻ ഗേറ്റ് വേ ആണ് ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഗേറ്റ് വേയിലൂടെ അല്ലാതെ ആർക്കും അള്ളാഹുവിലേക്ക് എത്താൻ കഴിയില്ല. ശരിക്കും അള്ളാഹുവിലേക്ക് നേരിട്ടെത്താം എന്ന് വിചാരിക്കുന്നത് ഭൗതികമായിട്ടുള്ള ഒരുതരം അഹങ്കാരമാണ്. നബിതങ്ങളിലൂടെ പോകുന്നത് ഭൗതികമായിട്ടുള്ള വിനയമാണ്. ഈ വിനയമാണ് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയ സ്ട്രോങ് സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവം എന്നുള്ളത് കേവലം ഒരു ആശയം, ഒരു അബ്സ്ട്രാക്ട് ഐഡിയ മാത്രമായിട്ട് മാറാതിരിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളൊരു ഭൗതിക സാക്ഷ്യമാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അദൃശ്യനായിട്ടുള്ള സിട്ടാവിനെ സ്നേഹിക്കാൻ പ്രയാസമുള്ള മനുഷ്യന് സ്നേഹിക്കാൻ പാകത്തിന് അള്ളാഹു തൻ്റെ ഗുണങ്ങളെ നബിതങ്ങളിലൂടെ ഫോം ചെയ്തു, പ്രകടിപ്പിച്ചു. സിട്ടാവിനെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ശരിക്കും റസൂലുള്ളാഹി. ഈ ലോകത്തുള്ള കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിനെ ഡയറക്റ്റ് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിന് ആ റബ്ബിനെ ഉൾക്കൊള്ളാൻ കഴിയും. കാരണം ഹൃദയം കൊണ്ടേ നമുക്ക് അള്ളാഹുവിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കണ്ണ് തുറന്നു വെച്ചിട്ട് തെളിവ് തപ്പി നടന്നിട്ടോ ഏതെങ്കിലും സയൻറ്റിഫിക് ലാബിൽ നിന്ന് അപ്രൂവൽ കിട്ടിയിട്ടേ ഞാൻ വിശ്വസിക്കുമെന്ന് വാശി പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയണം, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഒരു മനുഷ്യന് അദൃശ്യനായിട്ടുള്ള ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. പക്ഷേ സ്നേഹിക്കാനും അനുകരിക്കാനും കഴിയുന്ന ഒരു റോൾ മോഡൽ നമ്മളെ മുന്നിലുള്ളപ്പോൾ ആ മഹാത്മാവിലൂടെ ഡിവൈൻ ലവ് എന്നുള്ളത് ഭയങ്കര ഈസി ആയിരിക്കും. റസൂലുള്ളാഹിയിലൂടെ നമ്മൾ അള്ളാഹുവിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള നാവിഗേഷൻ മാപ്പ് ഉണ്ടാവും. റസൂലുള്ളാഹി ഇല്ലാതെ അള്ളാഹുവിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രത്തിൽ കിടന്നിട്ട് ദിക്കറിയാതെ നീന്തുന്ന പോലെയാണ്. ഞാനീ പറഞ്ഞത് കേവലം സ്പിരിച്വാലിറ്റി മാത്രമല്ല കേട്ടോ, ഒരു അതീവ ബുദ്ധിപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. കാരണം സിട്ടിയിലൂടെ മാത്രമേ സിട്ടാവിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ നമ്മുടെ ഈ പരിമിതമായിട്ടുള്ള ബുദ്ധിക്ക്. അപ്പം നബിതങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ റബ്ബിൻ്റെ ഗുണങ്ങളെയാണ് സ്നേഹിച്ചു തുടങ്ങുന്നത്. നബിതങ്ങളോട് നമുക്ക് തോന്നുന്ന ഇമോഷണൽ കണക്ഷൻസ് ഗ്രാജുവലി നമ്മുടെ റബ്ബിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന ഒരു പ്രൈം മൂവറായിട്ട് മാറും ഇൻഷാ അല്ലാഹ്.